ത്രിദൈവത്തിൻ്റെ പരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, 46 സങ്കീർത്തനം 5 വാക്യം, ദൈവം അതിൻ്റെ മധ്യമുണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവനഗരത്തിൻ്റെ മധ്യേ തിരുനിവാസ സ്ഥാനത്ത് തന്നെ ദൈവം വസിക്കുന്നുണ്ടെങ്കിൽ ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും ഭയപ്പെടേണ്ടതില്ല. കന്യക മറിയാം തൻ്റെ ഉള്ളിൽ ശിശുവിനെ വഹിച്ചപ്പോൾ ജീവിതത്തിൽ നേരിട്ട ആവശ്യങ്ങളും ദുരിതങ്ങളും ഒരാൾക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. ആരും തുണയില്ലാതിരിക്കുക, നിറവയറുമായി പേർവഴി ചാർത്താനായിട്ടൊരു യാത്ര, പ്രസവ സമയത്ത് സ്ഥലം ലഭിക്കാതെ വരിക, പശുത്തൊട്ടിയിൽ കിടക്കേണ്ടി വരുന്നു, തുടർന്ന് ഹെറോദാവിൻ്റെ വാളിനെ ഭയന്നുള്ള ഓട്ടം. പക്ഷേ ജീവിതയാത്രകളിൽ മറിയം അചഞ്ചലയായി പൂർണ്ണമായി വിശ്വാസബോധ്യത്തോടുകൂടി ജീവിക്കാൻ ഇടയായിത്തീരുന്നു. അതിന് കാരണം ഒന്ന് മാത്രമാണ്, ദൈവം അവളിൽ വസിച്ചു എന്നുള്ളതാണ്. അവൾ ദൈവത്തിൻ്റെ തിരുനിവാസ സ്ഥാനമായി മറിയം മാറുകയാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ദൈവം നമ്മുടെ മധ്യമുണ്ടെങ്കിൽ, ഓരോ ജന്മപ്പെരുന്നാളും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവം നമ്മുടെ മധ്യമുണ്ടെങ്കിൽ നാം എന്തെല്ലാം എരച്ച് കലങ്ങിയാലും മാറിപ്പോയാലും ആരും കൂടിയില്ലെങ്കിലും നാം കുലുങ്ങിപ്പോവുകയില്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.